we shall begin a new chapter, thermal properties of matter. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്ന രണ്ട് ടേംസ് ആണ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. അപ്പോൾ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ two systems or between system and the surroundings by virtue of temperature difference. അപ്പോൾ ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് അല്ലെങ്കിൽ കോൾഡ് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് വിൽ ഫ്ലോ. ആ ഫോം ഓഫ് എനർജി ദാറ്റ് ഫ്ലോസ് ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി. ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കാണ് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ അവിടെ ഫ്ലോ ചെയ്യുന്ന ആ എനർജി ഫോമാണ് ഹീറ്റ്. അണ്ടിൽ ദ ടെമ്പറേച്ചേഴ്സ് ഓഫ് ദ ടു ബോഡീസ് ആർ ഈക്വൽ. അത് രണ്ട് സിസ്റ്റംസ് ആവാം അല്ലെങ്കിൽ സിസ്റ്റവും സറൗണ്ടിങ്സും ആവാം. ഇനി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. എത്ര ഹോട്ടാണ് അതിൻ്റെ ഒരു ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്സിൻ്റെ മെഷറാണ് ടെമ്പറേച്ചർ. ഇനി നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? തെർമോമീറ്റർ ആണ് അല്ലേ? തെർമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ. ഈ തെർമോമീറ്റർ ഉപയോഗിക്കുന്ന ലിക്വിഡ് മർക്കുറി തെർമോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ചൂട് കാരണം മർക്കുറിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നു. മർക്കുറി വിൽ റൈസ് ഇൻ ദ തെർമോമീറ്റർ. അപ്പോൾ അതിൻ്റെ ലെവൽ നോക്കിയിട്ട് നമുക്ക് ടെമ്പറേച്ചർ മനസ്സിലാക്കാം. അപ്പോൾ മർക്കുറി ഉപയോഗിക്കും, അതേപോലെ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന തെർമോമീറ്റേഴ്സും ഉണ്ട്. ഇനി തെർമോമീറ്റേഴ്സിൽ നമ്മൾ രണ്ട് ഫിക്സഡ് റെഫറൻസ് പോയിന്റ്സ് എടുക്കുന്നുണ്ട്. രണ്ട് സ്റ്റാൻഡേർഡ് നമ്മൾ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചേഴ്സ് ഡിഫൈൻ ചെയ്യാൻ സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യാൻ വി നീഡ് ടു റെഫറൻസ് പോയിന്റ്സ്. അപ്പോൾ റെഫറൻസ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് രണ്ട് റെഫറൻസ് പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. വൺ ഈസ് ദി ഐസ് പോയിന്റ് ആൻഡ് ദി അതർ ഈസ് ദ സ്റ്റീം പോയിന്റ്. ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ്. ഐസ് പോയിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഫ്രീസിംഗ് പോയിന്റ് ആണ്, അതായത് 0 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസ് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിൽ ഐസ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്റ്റീം പോയിന്റ് സെൽഷ്യസ് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചറിൽ സ്റ്റീം പോയിന്റ് എന്താണ്? വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമ്മൾ ഫിക്സഡ് സ്റ്റാൻഡേർഡുകളായിട്ട് എടുക്കുന്നത്. ഇനി ഈ രണ്ട് റെഫറൻസ് സ്റ്റാൻഡേർഡുകളുടെ ഇടയിൽ ദർ ആർ 100 ഈക്വൽ ഡിവിഷൻസ് ആൻഡ് ഈച്ച് ഡിവിഷൻ ഈസ് കോൾഡ് 1 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെയാണ് ആ ഒരു ഇതിലാണ് സെൽഷ്യസ് സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ബിൽട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വി ഹാവ് ഡിഫറെൻറ്റ് സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചേഴ്സ്. വൺ ഈസ് ദ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ടെമ്പറേച്ചർ സ്കെയില് സെൽഷ്യസ് ടെമ്പറേച്ചർ സ്കെയിലാണ്. സെൽഷ്യസ് ടെമ്പറേച്ചർ സ്കെയിൽ ഐസ് പോയിന്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സ്റ്റീം പോയിന്റ് ഇൻ Celsius temperature scale is 100 degree Celsius, and between the two reference points there are 100 equal intervals. Each division is 1 degree Celsius. ഇനി ഇതേപോലെ ഈ സെൽഷ്യസ് ടെമ്പറേച്ചർ സ്കെയിൽ പോലെ തന്നെയുള്ള മറ്റൊരു ടെമ്പറേച്ചർ സ്കെയിലാണ് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ സ്കെയിൽ. ഈ ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ സ്കെയിലും ദ റെഫറൻസ് പോയിന്റ്സ് ഐസ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇൻ ദ ഫാരൻഹീറ്റ് സ്കെയിൽ ഇറ്റ് ഈസ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഐസ് പോയിന്റ്. സ്റ്റീം പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 212 degree Fahrenheit. അപ്പോൾ between the ice point and steam point there are 180 equal intervals. 180 equal intervals ഉണ്ട് between the two reference points. Now if you are plotting a graph between the temperature in the Celsius scale and Fahrenheit scale, the graph obtained is like this. ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു. ടെമ്പറേച്ചർ
ഇൻ ഫാരൻഹീറ്റ്, ഡിഗ്രി ഫാരൻഹീറ്റ് വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിൽ ആദ്യത്തെ 0 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അല്ലേ. പിന്നെ 100 ഡിഗ്രി സെൽഷ്യസ്, അപ്പോൾ ഇതിൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫാരൻഹീറ്റിൽ എത്രയാണ് വരിക? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതിൻ്റെ ഇടയിൽ ഈ ബിറ്റ്വീൻ 32 ഡിഗ്രി ആൻഡ് 212 ഈ ഡെൽറ്റ ടി ഇൻ ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് there are 180 ഈക്വൽ ഡിവിഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൻ്റെ ഇപ്പോൾ y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി, ഇതാണ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ അതനുസരിച്ച് എം എന്ന് പറയുന്നത് സ്ലോപ്പാണ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സ്ലോപ്പ് പറയുമ്പോൾ ടാൻ തീറ്റ 180 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 100 എന്ന് വരും. സോ the equation can be written as 180 by 100 into x ആക്സിസിൽ ടി ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഇവിടുത്തെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് സി എന്നുള്ളതിന് പകരം ഇവിടെ വരുന്നത് 32 ആണ് വരിക. 32 അതാണ് ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങനെ ഒരു ടി ഡിഗ്രി ഫാരൻഹീറ്റ്, ഇങ്ങനെയാണ് റിലേഷൻഷിപ്പ് വരിക. ഇതിനെ തന്നെ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന ഫോമിലേക്ക് ആക്കാൻ ഇതിനെ 32 എന്നുള്ളതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. TF minus 32 is equal to 180 by 100 into T degree Celsius, or TF minus 32 divided by 180 is equal to TC divided by 100. അപ്പോൾ ഇതാണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ടെമ്പറേച്ചർ ഇൻ ഫാരൻഹീറ്റ്. എന്നിട്ട് ഈ ഗ്രാഫിൻ്റെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഇതിനെ തന്നെ നമ്മൾ 180 by 100 എന്നുള്ളതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ഓർമ്മിക്കാം ഇക്വേഷൻ. TF എന്നുള്ളത് ഫാരൻഹീറ്റിലെ ടെമ്പറേച്ചർ മൈനസ് 32 by 180 ഈസ് ഈക്വൽ ടു TC by 100. അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 9 എന്ന് വരും, ഇവിടെ 5 എന്ന് വരും അല്ലേ. അപ്പോൾ TF ഈസ് ഈക്വൽ ടു 32നെ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ TF ഈസ് ഈക്വൽ ടു 9 by 5 TC പ്ലസ് 32. അങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിൽ ഓർമ്മ വയ്ക്കുക ഇക്വേഷൻ. ടെക്സ്റ്റിലുള്ള പോലെ പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇതാണെങ്കിൽ, ചെറിയ ക്ലാസ്സുകളിൽ ഈ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ TF ഈക്വൽ ടു 9 by 5 TC പ്ലസ് 32, അല്ലെങ്കിൽ F ഈക്വൽ ടു, ഇപ്പോൾ ചില ബുക്കുകളിൽ F ഈസ് ഈക്വൽ ടു 9 by 5 C പ്ലസ് 32, F ഫാരൻഹീറ്റ് C സെൽഷ്യസ്, അങ്ങനെ വേണമെങ്കിലും ഓർമ്മ വയ്ക്കാം. പിന്നെ കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടെ അറിയണം. കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ നമ്മൾ ക്യാപിറ്റൽ T കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ക്യാപിറ്റൽ T ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ സ്മോൾ t പ്ലസ് 273 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ 273.15 ടു ബി മോർ അക്യുറേറ്റ്. സോ capital T, the temperature in Kelvin scale, capital T is equal to small t plus 273.15 എന്നുള്ളതാണ്. കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചർ കിട്ടാൻ ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ ഈ 273.15 ആഡ് ചെയ്യണം.